ഭാരത്തോടുകൂടെ 33.5 വയസ്സുള്ള ഒരു യുവാവിന്റെ ശരീരത്തിന്റെ ഭാരവും കൂടെ ഒരുമിച്ച് ചെന്ന് താഴേക്ക് പതിക്കുമ്പം പൊങ്ങിത്തെറിച്ചൊന്ന് വീഴും. ആ വീഴ്ച ഭയാനകമാണ്. അസ്ഥിയോടുള്ള ബന്ധം വിട്ടുപോകുന്ന ഭയാനകമായ വേദന. ഇതെല്ലാം സഹിച്ചത് ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണെന്ന് അറിയുമ്പോഴാണ് വിനയത്തിലേക്കും എളിമയിലേക്കും താഴ്മയിലേക്കും സൗമ്യതയിലേക്കും ശാന്തതയിലേക്കും നാം വരേണ്ടത്. പറയുന്നതിനെല്ലാം മറുപടി പറയുവാൻ നമ്മൾ കാണിക്കുന്ന ഒരു ആർജവത്വമുണ്ടല്ലോ. നമ്മളോട് ചെയ്തതിനെല്ലാം പകരമായി അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നമ്മൾ കാണിക്കുന്ന ഒരുമാതിരി ഇടപാടുണ്ടല്ലോ. ഗത്സമന ധ്യാനിക്ക്, ഗബഥ ധ്യാനിക്ക്, ഗോൽഗോഥ ധ്യാനിക്ക്. മാനുഷികമായിരിക്കുന്ന ദുർഗുണങ്ങൾ മാറി ദൈവദത്തമായ ചില മൂല്യങ്ങൾ കൈവരാനിടയാകും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് രാത്രിയിൽ? യേശുവിന്റെ പരമയാഗം സുവിശേഷത്തിന്റെ പ്രധാന സംഭവമാണ്, വിശദീകരിക്കപ്പെടണം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ 3 സംഭവങ്ങളുമുണ്ടല്ലോ, ഇത് നമ്മൾ ധ്യാനിച്ചാൽ കരഞ്ഞുകൊണ്ടല്ലാതെ ധ്യാനം നിർത്താനാവില്ല. അറിയാതെ കണ്ണീറനണിഞ്ഞു പോകും, കവിളിത്തടങ്ങൾ ചാലുകളായി ഒഴുകും. പക്ഷേ സുവിശേഷത്തിലെ അടുത്ത മഹത്തായ ഒരു സംഭവമുണ്ട്. ആ സംഭവം ധ്യാനിക്കുമ്പോഴാ കരച്ചിൽ മാറി പകരം ആനന്ദമായി വരുന്നത്. അത് എന്താണെന്നറിയാമോ? യേശുവിന്റെ പുനരുദ്ധാനമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ടാ കാര്യം?